മലയാള സിനിമയിലെ മുൻനിര യുവതാരങ്ങളിൽ ഏറെ ശ്രദ്ധേയനാണ് പ്രണവ് മോഹൻലാൽ. മോഹൻലാലിൻ്റെ മകൻ എന്ന നിലയിലാണ് പ്രണവ് സിനിമയിൽ എത്തിയതെങ്കിലും അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദി എന്ന സിനിമയിലൂടെ നായകനായി തിളങ്ങിയ പ്രണവ്, വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം എന്ന സിനിമയിലൂടെ മലയാള പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറി. ഏറ്റവും ഒടുവിൽ വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രവും അതിലെ പ്രണവിൻ്റെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ പ്രണവിനെ സംബന്ധിച്ചിടത്തോളം സിനിമയേക്കാൾ പ്രിയം യാത്രകളോടാണ്. തൻ്റെ ജീവിതത്തിലെ ഒട്ടുമിക്ക സമയവും പ്രണവ് മാറ്റിവെക്കുന്നത് സഞ്ചാരത്തിനു വേണ്ടി തന്നെയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം പ്രണവ് മോഹൻലാൽ ഒരു പുതിയ മേഖല കൂടി തിരഞ്ഞെടുത്തു എന്നതാണ്. അഭിനേതാവ്, ഗായകൻ എന്നീ നിലകളിൽ തിളങ്ങിയ പ്രണവ് കവിയാകാൻ പോകുന്നു എന്നതാണ് പുതിയ വാർത്ത. പ്രണവിൻ്റെ കവിതാ സമാഹാരം ഉടൻ തന്നെ പുറത്തിറങ്ങും. ലൈക്ക് ഡിസേർട്ട് ഡ്യൂൺസ് എന്നാണ് കവിതാ സമാഹാരത്തിൻ്റെ പേര്. പുസ്തകത്തിൻ്റെ കവർ ഫോട്ടോ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയകളിൽ വൈറലായി മാറിയിരിക്കുന്നു. എല്ലാത്തിനും പൂർണ്ണ പിന്തുണയുമായി അച്ഛൻ മോഹൻലാലും അമ്മ സുചിത്രയും അനുജത്തി വിസ്മയവും പ്രണവിനൊപ്പം തന്നെയുണ്ട്. മുമ്പ് പ്രണവിൻ്റെ അനുജത്തി വിസ്മയ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന പേരിൽ ഒരു കവിതാ പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. മോഹൻലാൽ പങ്കെടുത്ത പരിപാടിയിൽ തന്നെയായിരുന്നു ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്നത്. ഏറ്റവും ഒടുവിലായി പ്രണവും ഒരു കവിയായി മാറുന്നതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകർ. എന്തൊക്കെയാണ് പ്രണവിൻ്റെ ആശയങ്ങളും ചിന്തകളും എന്നറിയാൻ അതിയായ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ഓരോരുത്തരും. നമുക്കും കാത്തിരിക്കാം പ്രണവിൻ്റെ പുസ്തകത്തിനായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.